മോഹന വാഗ്ദാനങ്ങൾ നൽകി ജനങ്ങൾക്ക് വലിയ പ്രത്യാശ നൽകി അധികാരത്തിൽ വന്ന വി ഡി സതീശൻ സർക്കാർ അവര് ജനങ്ങൾക്ക് മുമ്പിൽ പ്രകടന പത്രികയിൽ വെച്ച ഒരു വാഗ്ദാനവും പാലിക്കാൻ പോകുന്നില്ല എന്നുള്ളതിന്റെ കൃത്യമായിട്ടുള്ള സൂചനകളാണ് ആദ്യ ദിവസങ്ങളിൽ തന്നെ തെളിയുന്നത്. ഗവൺമെന്റ് വളരെ അഭിമാനകരമായിട്ടുള്ള ഒരു പദ്ധതിയായി കേരളത്തിലെ മുഴുവൻ സ്ത്രീകൾക്കും KSRTCയിൽ സൗജന്യ ബസ് യാത്ര പ്രഖ്യാപിച്ചതാണ്. എന്നാൽ ഇപ്പൊ പറയുന്നത് കേവലം ഓർഡിനറി ബസ്സുകളിൽ മാത്രം 100 ദിവസത്തേക്ക് ഒരു പരീക്ഷണ അടിസ്ഥാനത്തിൽ മാത്രമാണ് അനുവദിക്കാൻ പോകുന്നത്. അങ്ങനെയല്ലല്ലോ പ്രകടന പത്രികയിൽ പറഞ്ഞത്. പ്രകടന പത്രികയിൽ പറഞ്ഞത് സർക്കാർ അധികാരത്തിൽ വന്നാൽ ഒരാഴ്ചക്കകം കേരളത്തിലെ എല്ലാ സ്ത്രീകൾക്കും KSRTCയിൽ സൗജന്യമായ ബസ് യാത്ര അനുവദിക്കുമെന്നുള്ളതായിരുന്നു. ആ വാഗ്ദാനം പാലിക്കുന്നതിൽ സർക്കാരിന് യാതൊരു താല്പര്യവുമില്ല എന്നുള്ളതിന്റെ തെളിവാണ് ഇപ്പോഴത്തെ ഈ മലക്കം മറിച്ച്. ഗതാഗത മന്ത്രി പറയുന്നത് ഒരു കാര്യം, മുഖ്യമന്ത്രി അവകാശപ്പെടുന്നത് മറ്റൊരു കാര്യം. ഗതാഗത മന്ത്രിക്ക് ആദ്യം മുതലേ തന്നെ ഇത് നടപ്പാക്കാൻ സാധിക്കാത്ത ഒരു പദ്ധതിയാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമുണ്ടായിരുന്നില്ല. അതാണിപ്പോ പരീക്ഷണാടിസ്ഥാനം, 100 ദിവസത്തെ പഠനം, അതും ഓർഡിനറി ബസ്സുകളിൽ മാത്രം എന്നൊക്കെയുള്ള പുതിയ നിലപാടുമായി സർക്കാർ മുന്നോട്ട് വരാൻ കാരണം. എല്ലാ വിഷയങ്ങളിലും സർക്കാർ ഇതുപോലുള്ള നിലപാടാണ് സ്വീകരിക്കുന്നത്. സർക്കാരിനെ അധികാരത്തിൽ കൊണ്ടുവരാൻ ഏറ്റവും കൂടുതൽ സഹായിച്ച ഒരു വിഷയമായിരുന്നു ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയെ കുറിച്ച് ആ കേസിന്റെ അന്വേഷണത്തെ സംബന്ധിച്ച് ഒരു കാര്യവും ഇപ്പോൾ സർക്കാർ പറയുന്നില്ല. ഇന്നിപ്പോ പുറത്തു വന്നിരിക്കുന്ന വാർത്ത, കേരളത്തിലെ പ്രധാനപ്പെട്ട 10ഓളം ക്ഷേത്രങ്ങളിൽ നിന്ന് തിരുവാഭരണങ്ങൾ കളവ് പോയിട്ടുണ്ടെന്ന്, തിരുവാഭരണങ്ങൾ മോഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. സ്വർണ്ണക്കൊള്ളയിലെ SIT ശരിയായ രീതിയിലല്ല അന്വേഷിക്കുന്നതെന്നായിരുന്നു വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവായിരുന്ന കാലത്ത് മുഴുവൻ പറഞ്ഞുകൊണ്ടിരുന്നത്. സർക്കാർ അധികാരത്തിൽ വന്ന് ഇത്രയും ദിവസം കഴിഞ്ഞിട്ടും ആ പ്രത്യേക അന്വേഷണ സംഘത്തെക്കുറിച്ച് എന്തെങ്കിലും ഒരു നിലപാട് അദ്ദേഹം പറഞ്ഞിട്ടില്ല. സർക്കാർ അധികാരത്തിൽ വന്നാൽ ഉടൻ സംസ്ഥാന ഗവൺമെന്റ് ശബരിമല സ്വർണ്ണക്കൊള്ള കേന്ദ്ര ഏജൻസികൾക്ക് അന്വേഷണത്തിന് വിടുമെന്നുള്ളതായിരുന്നു ഒരു പ്രധാനപ്പെട്ട വാഗ്ദാനം. CBI അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റ് നടയിൽ നടന്ന പ്രതിഷേധ ധർണ അടക്കം നമ്മൾ കണ്ടതാണ്. വി ഡി സതീശൻ അതിൽ പറഞ്ഞത് UDF സർക്കാർ അധികാരത്തിൽ വന്നാൽ പ്രഥമ പരിഗണന ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള കേന്ദ്ര ഏജൻസിക്ക് വിടും, മുഴുവൻ കുറ്റവാളികളെയും നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരുന്നത്. ആ കാര്യത്തിൽ സർക്കാർ പുറകോട്ട് പോയി. നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഒരു വരി പോലുമില്ല. മുഴുവൻ മന്ത്രിസഭാ യോഗങ്ങൾ 3 കഴിഞ്ഞു. ഒരിടത്തും ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയെ സംബന്ധിച്ചുള്ള അന്വേഷണത്തെ സംബന്ധിച്ചുള്ള ഒരു കാര്യത്തിലും തീർപ്പ് കൽപ്പിച്ചു. 2019 മുതൽ UDF അവകാശപ്പെട്ടിരുന്ന ഒരു കാര്യം പിന്നീട് പ്രകടന പത്രികയിൽ, 2 തെരഞ്ഞെടുപ്പുകളിലെ പ്രകടന പത്രികയിലും അവർ പറഞ്ഞൊരു കാര്യം, ശബരിമലയിലെ യുവതീ പ്രവേശന സമരകാലത്തെ സമരങ്ങൾ പിൻവലിക്കുന്നുള്ളതായി. ശബരിമലയിൽ യുവതീ പ്രവേശന വിഷയവുമായി ബന്ധപ്പെട്ട് നടന്ന പ്രതിഷേധങ്ങളുടെ പേരിൽ കേരളത്തിൽ 10,000-കണക്കിന് ആളുകൾക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. ഒരു കാര്യവുമില്ലാതെ അയ്യപ്പ ഭക്തന്മാരെ ജയിലിൽ അടച്ചിട്ടുണ്ട്. അവർക്കെല്ലാം എതിരായി ഗുരുതരമായ വകുപ്പുകൾ എടുത്ത് ഇവിടെ കേസ് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നു. 10,000-കണക്കിന് ആളുകൾ കോടതി വരാന്തകൾ കയറി ഇറങ്ങുകയാണ്. 2019 മുതൽ UDF ആവശ്യപ്പെടുന്നത് 21-ലെയും 26-ലെയും പ്രകടന പത്രികയിൽ അവർ പറഞ്ഞിട്ടുള്ളതുമാണ് ഈ വിഷയം. ശബരിമലയിലെ ശബരിമലയിലെ യുവതീ പ്രവേശന സമയത്തെ സമരത്തിന്റെ പേരിലുള്ള എല്ലാ കേസുകളും പിൻവലിക്കും. നിരവധി തവണ UDF നേതാക്കൾ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് ഈ ആവശ്യം ഉന്നയിക്കുകയും മുഖ്യമന്ത്രിക്ക് കത്തയക്കുകയും നിലപാട് വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളതാണ്. ഈ വിഷയത്തിൽ ഒരു തീരുമാനവും സർക്കാർ എടുത്തില്ല. മലയോര മേഖലയിലെ സാധാരണ ജനങ്ങളെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്
വന്യജീവി സംഘർഷവുമായിട്ടുള്ള ബന്ധപ്പെട്ട പ്രശ്നം. അന്ന് UDF പല കാര്യങ്ങളും പറഞ്ഞിരുന്നു. UDFന്റെ ദേശീയ തലത്തിലുള്ള നേതാക്കളായിട്ടുള്ള രാഹുൽ ഗാന്ധിയും വയനാട്ടിലെ MP ആയിരുന്ന രാഹുൽ ഗാന്ധിയും പിന്നീട് അവിടെ MP ആയിട്ടുള്ള പ്രിയങ്ക ഗാന്ധിയും എല്ലാം വന്യജീവി സംഘർഷവും അതിന്റെ പേരിൽ മരണവും ഉണ്ടാവുമ്പോൾ ഈ LDF സർക്കാരിനെതിരെ ശക്തമായിട്ടുള്ള വിമർശനങ്ങൾ ഉയർത്തിയിട്ടുണ്ട്. അവരന്ന് പറഞ്ഞത് കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കുന്ന സഹായം ഉൾപ്പെടെ ഒരു കാര്യങ്ങളും വന്യജീവി സംഘർഷം പരിഹരിക്കുന്നതിന് ഈ സർക്കാർ ഒരു നടപടിയും ഒരു കാര്യത്തിലും എടുക്കുന്നില്ല എന്നുള്ളതായിരുന്നു. അവര് വനാതിർത്തികൾ നിശ്ചയിക്കുന്നതിനെ സംബന്ധിച്ച്, വന്യജീവി സംഘർഷം കുറയ്ക്കുന്നതിനെ സംബന്ധിച്ച് ശാസ്ത്രീയമായിട്ടുള്ള ഇടപെടലുകൾ, അത് എനിക്ക് ഓർമ്മയുണ്ട് VD സതീശൻ പറഞ്ഞത്. ഇപ്പോഴത്തെ വൈദ്യുതി കമ്പനികൾ മാത്രമല്ല, AI ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് മഹാരാഷ്ട്രയിലും മധ്യപ്രദേശിലും എല്ലാം സ്വീകരിച്ചിട്ടുള്ള നടപടികൾ, അത്യന്താധുനികമായ നടപടികൾ ഈ വന്യജീവി സംഘർഷം പരിഹരിക്കാൻ സംസ്ഥാന ഗവൺമെന്റ് ഒന്നും ചെയ്യുന്നില്ല എന്നുള്ളതാണ്. മാത്രമല്ല, CNAG റിപ്പോർട്ടിൽ വളരെ വ്യക്തമായി കേരളത്തിലെ വനം വകുപ്പിനെതിരായി, സംസ്ഥാന ഗവൺമെന്റിനെതിരായി ശക്തമായ നിലപാട് പറഞ്ഞിട്ടുണ്ട്. കേന്ദ്ര വിഹിതം, കേന്ദ്രത്തിൽ ലഭിക്കുന്ന പണം ശരിയായ നിലയിൽ ഉപയോഗിക്കുന്നില്ല, ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്നില്ല, ഫോറസ്റ്റ് ഓഫീസർമാർക്ക് യഥാസമയം പരിശീലനം നൽകുന്നില്ല. ഇവിടെ ഇപ്പോഴും ഒരു മുളവടിയും ഒരു കാലി ടോർച്ചും കൊടുത്തിട്ടാണ് നമ്മുടെ വനപാലകരെ വനത്തിലേക്ക് വിടുന്നത്. പക്ഷെ മറ്റു പല സംസ്ഥാനങ്ങളിലും ഏറ്റവും നൂതനമായിട്ടുള്ള സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ട് വന്യജീവികളെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള കാര്യങ്ങൾ ചെയ്യുന്നു. ഇവിടെ വനാതിർത്തികൾ നിശ്ചയിക്കുന്ന കാര്യത്തിൽ പാകപ്പിഴയുണ്ടായിട്ടുണ്ട്. വനം വകുപ്പ് തന്നെ ധാരാളം കയ്യേറ്റങ്ങൾ നടത്തിയിട്ടുണ്ട്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ വനം കയ്യേറ്റം നടത്തിയിട്ടുള്ള ഒരു വകുപ്പ് ഇലക്ട്രിസിറ്റി ബോർഡാണ്, വൈദ്യുതി വകുപ്പാണ്. ഇതിനെല്ലാം എതിരായിട്ട് CNAG റിപ്പോർട്ടുണ്ട്. അന്ന് ശക്തമായ നിലപാട് സ്വീകരിച്ചയാളാണ് VD സതീശനും ഇവിടുത്തെ പ്രതിപക്ഷവും. ഈ സർക്കാർ വന്നതിന് ശേഷം എത്ര പേരുടെ ജീവഹാനിയാണ് ഉണ്ടായിരിക്കുന്നത്? എന്താ നിലപാട് പറയുന്നത്? മന്ത്രി പറയാണ് ഏറ്റവും പരിഹാസത്തോടുകൂടി, മുഖ്യമന്ത്രിയും മന്ത്രിയെ മാറിയിട്ടുള്ളൂ, ആന മാറിയിട്ടില്ല. അപ്പൊ കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്ത് ആനയെ ചവിട്ടിക്കൊല്ലുമ്പോഴും കടുവ പിടിക്കുമ്പോഴും ഇതായിരുന്നോ സർക്കാരിന്റെ UDFന്റെ നിലപാട്? ആ പ്രശ്നത്തിൽ സർക്കാർ പുറകോട്ട് പോയിരിക്കുകയാണ്. കർഷകരുടെ ജീവഹാനിയെ സംബന്ധിച്ച് ആരും തന്നെ സംസാരിക്കാൻ തയ്യാറാവുന്നില്ല. പ്രധാനപ്പെട്ട പല വാഗ്ദാനങ്ങളും പാലിക്കാൻ പോകുന്നില്ല. ജനങ്ങളെ വഞ്ചിക്കാനാണ് തീരുമാനം എന്നുള്ളതാണ് ഇപ്പോൾ വരുന്നത്. കോൺഗ്രസിന്റെ രക്തത്തിൽ അലിഞ്ഞതാണ് ഈ വഞ്ചന. കോൺഗ്രസ് കർണാടകയിൽ സ്ത്രീകൾക്ക് സൗജന്യ ബസ് യാത്ര പറഞ്ഞു, പെൻഷൻ കൊടുക്കാമെന്ന് പറഞ്ഞു, പാലിച്ചില്ല. കോൺഗ്രസ് തെലങ്കാനയിൽ മഹാലക്ഷ്മി പദ്ധതി സ്ത്രീകൾക്ക് വേണ്ടി വലിയൊരു പ്രോജക്ട് പ്രഖ്യാപിച്ചു, പാലിച്ചില്ല. കോൺഗ്രസ് ഹിമാചൽ പ്രദേശിൽ 1500 രൂപ പ്രതിമാസം സ്ത്രീകൾക്ക് പെൻഷനായി കൊടുക്കുമെന്ന് പറഞ്ഞു, പാലിച്ചില്ല. എവിടെയെല്ലാം കോൺഗ്രസ് അധികാരത്തിൽ ഇരുന്നിട്ടുണ്ടോ അവിടെയെല്ലാം വഞ്ചനാപരമായ നിലപാടാണ് കോൺഗ്രസ് സ്വീകരിച്ചിട്ടുള്ളത്. വാഗ്ദാനങ്ങൾ നൽകുക, തെരഞ്ഞെടുപ്പിൽ ജയിക്കുക, അതിനുശേഷം ജനങ്ങളെ വഞ്ചിക്കുക. ഇത് കോൺഗ്രസിന്റെ രക്തത്തിൽ അലിഞ്ഞതാണ്, കോൺഗ്രസിന്റെ DNA ആണ്. അവർ കേന്ദ്രത്തിൽ അധികാരത്തിലിരിക്കുമ്പോഴും അവർ സംസ്ഥാനങ്ങളിൽ ഭരിക്കുമ്പോഴും ഇത് തന്നെയാണ് ചെയ്തത്. 60 കൊല്ലം ഈ രാജ്യം ഭരിച്ച അതേ വഞ്ചന അവർ കാണിച്ചു. എല്ലാ സംസ്ഥാനങ്ങളിലും ഈ വഞ്ചനയാണ് കോൺഗ്രസ്. അതേസമയം BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ നിങ്ങൾ നോക്കൂ. കേരളത്തോടൊപ്പം സത്യപ്രതിജ്ഞ സംസ്ഥാനമാണ് ബംഗാൾ. ബംഗാളിൽ സൗജന്യ യാത്ര യാഥാർത്ഥ്യമായിരിക്കുന്നു. ബംഗാളിൽ മമതാ സർക്കാർ തടഞ്ഞുവെച്ച PM ആവാസ് യോജനയിൽ ഒപ്പിട്ടിരിക്കുന്നു. ബംഗാളിൽ PM അർബൻ ആവാസ് യോജനയിൽ ഒപ്പിട്ടിരിക്കുന്നു. ബംഗാളിൽ പെൻഷൻ കൊടുക്കാൻ തുടങ്ങിയിരിക്കുന്നു. എല്ലാം അവരുടെ അക്കൗണ്ടിൽ വരാൻ തുടങ്ങി. നിങ്ങൾ പരിശോധിക്കൂ. BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെല്ലാം എന്തെല്ലാം വാഗ്ദാനങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? ഇവിടെ എത്രയായിരുന്നു ആശാ വർക്കർമാരുടെ സമരപ്പന്തലിൽ പോയി VD സതീശൻ പറഞ്ഞത്? എത്രയാ കൊടുത്തത്? ആശാ വർക്കർമാരുടെ സമരപ്പന്തലിൽ പോയി VD സതീശൻ അവർക്ക് നൽകിയ വാഗ്ദാനം എത്രയായിരുന്നു? ഇവിടെ എത്ര കൊടുത്തത്? ഇവിടെ ഏത് വാഗ്ദാനം പാലിക്കാനാണ് സർക്കാർ തീരുമാനിക്കുന്നത്? ഒരു വാഗ്ദാനവും പാലിക്കാൻ സർക്കാർ തയ്യാറില്ല. ജനങ്ങളെ കബളിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതിന്റെ കൃത്യമായ സൂചനകളാണ് ആദ്യ മാസത്തിൽ പുറത്തു വരുന്നത്. ഇതിനെതിരായിട്ട് പ്രതിപക്ഷം ഒരു അക്ഷരം മിണ്ടുന്നില്ല. സുധാകരൻ പറഞ്ഞതാണ് ശരി. ഒരു നനഞ്ഞ പടക്കം പോലെ ഇരിക്കുകയാണ് ഈ പ്രതിപക്ഷ നേതാവ്, മൗനിയായിട്ടിരിക്കുകയാണ്.
ഈ സർക്കാരിന്റെ കൊള്ളരുതായ്മകൾക്കെതിരെ ഒരു നടപടിയുമില്ല. തെലങ്കാനയിലെ മുഖ്യമന്ത്രിയെ വിമർശിക്കുന്ന പ്രതിപക്ഷ നേതാവ് കേരളത്തിലെ മുഖ്യമന്ത്രിയും സർക്കാരും നടത്തിക്കൊണ്ടിരിക്കുന്ന കൊള്ളരുതായ്മകൾക്കെതിരെ വായ തുറന്ന ഒരക്ഷരം ശ്രദ്ധിക്കാൻ തയ്യാറാവുന്നില്ല. എന്താ കാരണം? ഇവർക്ക് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ്മെന്റ് ആണ്. കേസുകൾ ഒത്തുതീർപ്പാക്കി പരസ്പരം രക്ഷപ്പെടുന്ന രീതിയാണ് കഴിഞ്ഞ ഇത്രയും ദശകങ്ങളായി കേരളത്തിൽ നടക്കുന്നത്. അത് തന്നെയാണ് ആവർത്തിക്കാൻ പോകുന്നത് എന്നുള്ളതിന്റെ തെളിവാണിത്. ഭാഗ്യവശാൽ 3 BJP MLA-മാർ കേരള നിയമസഭയിൽ ഉള്ളത് കൊണ്ട് ഇതൊന്നും ചോദ്യം ചെയ്യപ്പെടാതെ പോവില്ല എന്നുള്ളത് മാത്രമേ പറയാൻ സാധിക്കൂ. ഇതൊന്നും ചോദ്യം ചെയ്യപ്പെടാതിരിക്കാൻ പോകുന്നു. ഇന്ത്യ മുന്നണി ഇവിടെ ഫലത്തിൽ യാഥാർത്ഥ്യമായിരിക്കും. പരസ്പരം തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ഭരണകക്ഷിയും പ്രതിപക്ഷമായിരിക്കുന്നവർ ദില്ലിയിൽ കാണിക്കുന്ന നാടകങ്ങൾ ഇന്നലെ കണ്ടല്ലോ. ഡീലാണെന്നാണ് അവർ പറഞ്ഞിരുന്നത്. BJP-യും CPM-ഉം തമ്മിൽ ഡീൽ. യോഗത്തിൽ പങ്കെടുക്കാൻ പോകുന്ന പ്രതിനിധി പറഞ്ഞത് ഞങ്ങൾ എന്ത് ഡീലുണ്ടാക്കിയെന്ന് രാഹുൽ ഗാന്ധി വിശദീകരിക്കണം. എന്താ വിശദീകരിച്ചു? എന്നിട്ട് കെട്ടിപ്പിടിക്കുക, ഉമ്മ വയ്ക്കുക, എല്ലാം പറഞ്ഞ് കോംപ്ലിമെന്റ്സ് ആക്കുക. നാണം കെട്ട ഭരണകക്ഷിയും അതിലേറെ നാണം കെട്ട പ്രതിപക്ഷവുമാണ് കേരളത്തിൽ. അതുകൊണ്ട് ഇതിനെതിരായിട്ട് ജനങ്ങളുടെ പ്രതിപക്ഷമായി BJP പ്രവർത്തിക്കും, NDA പ്രവർത്തിക്കും. വരും ദിവസങ്ങളിൽ ഈ വിഷയങ്ങളെല്ലാം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അതിശക്തമായിട്ടുള്ള ജനകീയ പ്രതിഷേധം, ജനകീയ സമരങ്ങൾ ഇതെല്ലാം ആസൂത്രണം ചെയ്യാനാണ് പാർട്ടിയും NDA-യും ആലോചിക്കുന്നത്. PM ശ്രീ പദ്ധതി കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു സമഗ്രമായിട്ടുള്ള പരിഷ്കരണമാണെന്ന് ഞങ്ങൾ നേരത്തെ പറഞ്ഞതാണ്. ആ പദ്ധതി മുടക്കുക വഴി ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ ഭാവി, കഴിഞ്ഞ 4 വർഷം അവർക്ക് നൈപുണ്യ വികസനത്തിന്, കലാ സാംസ്കാരിക രംഗത്തെ പ്രോത്സാഹനത്തിന്, കായിക രംഗത്തെ മികവിന്, പുതിയ അറിവുകൾ നേടാനുള്ള, പഠിക്കാനുള്ള അവസരത്തിന്, മത്സര പരീക്ഷകളിൽ മറ്റുള്ളവരോടൊപ്പം ഏറ്റുമുട്ടാനുള്ള, മത്സരിക്കാനുള്ള അവസരത്തിന് എല്ലാം തടസ്സം നിൽക്കുന്ന സമീപനമാണ് കഴിഞ്ഞ സർക്കാർ സ്വീകരിച്ചത്. കഴിഞ്ഞ സർക്കാർ അത് സ്വീകരിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം UDF-നകത്തുള്ള മുസ്ലിം ലീഗിലെയും അതുപോലെ ജമാഅത്തെ ഇസ്ലാമിയുടെയും അടക്കം സമ്മർദ്ദമായിരുന്നു. കാരണം ഇവിടെ എപ്പോഴും അങ്ങനെയാണല്ലോ, മതമൗലികവാദ സംഘടനകൾ സമ്മർദ്ദത്തിലാക്കിയാൽ ഏത് പരിഷ്കാരവും വേണ്ടെന്ന് വെക്കുന്ന സംസ്ഥാനമാണ് കേരളം. പക്ഷെ അവർ ഭരിക്കുന്ന സംസ്ഥാനം, കോൺഗ്രസ് രാജസ്ഥാൻ ഭരിച്ചപ്പോൾ അവിടെ PM ശ്രീയിൽ ഒപ്പിട്ടു. കർണാടകയിലെ കോൺഗ്രസ് സർക്കാർ PM ശ്രീ നടപ്പാക്കുന്നു. പക്ഷെ കേരളത്തിൽ LDF ഗവൺമെന്റിന്റെ കാലത്ത് അതിനെതിരായ ശക്തമായ നിലപാടെടുത്തു. LDF ഗവൺമെന്റ് അവിടെ പോയി ആരും അറിയാതെ ശിവൻകുട്ടി തലയിൽ മുണ്ടിട്ട് അവിടെ പോയി ഒപ്പിട്ടു. പ്രശ്നം ഇവിടെ വലിയ വാർത്തയായപ്പോൾ കുറച്ചു കാലത്തേക്ക് മാറ്റിവെച്ചു. ഞങ്ങൾ അന്നേ പറഞ്ഞു PM ശ്രീ നടപ്പാക്കുന്നതിൽ കാലതാമസം ഉണ്ടാക്കിയതിന് LDF-ഉം UDF-ഉം വിദ്യാർത്ഥി സമൂഹത്തോടും രക്ഷിതാക്കളോടും മാപ്പ് പറയേണ്ടതാണ്. ഇനി ഒരു കാര്യം ഞാൻ പറയാം, ഇപ്പോഴത്തെ വിദ്യാഭ്യാസ മന്ത്രി മുസ്ലിം ലീഗിന്റെ വിദ്യാഭ്യാസ മന്ത്രിക്ക് തന്നെ PM ശ്രീ നടപ്പാക്കേണ്ടി വരും. ഞാനൊരു അഡ്വാൻസ് ആശംസ നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി ശംസുദ്ദീന് നൽകുകയാണ്. എന്തിനായി ഈ ഇരട്ടത്താപ്പ് കാണിക്കുന്നത്? സത്യം എന്താ പറഞ്ഞൂടെ? PM ശ്രീയിൽ എന്താ കുഴപ്പം? ഇപ്പൊ ഒരു സമിതിയെ വെച്ചിരിക്കുകയാണ്. ഇതൊക്കെ വെറും അടവ് നയങ്ങളാണ്, മുടന്ത ന്യായങ്ങളാണ്. മുസ്ലിം ലീഗും ജമാഅത്തെ ഇസ്ലാമിയും CPI-യും അടക്കമുള്ള പാർട്ടികൾ ചേർന്ന് ബഹളം വെച്ചപ്പോൾ കേരളത്തിലെ മുഖ്യധാര പാർട്ടികളെല്ലാം അതിൽ മുങ്ങിപ്പോയി. സത്യം, കേരളത്തിലെ 700ഓളം സ്കൂളുകൾക്ക് ആദ്യഘട്ടത്തിൽ ഒരുപാട് അവസരങ്ങളാണ് നഷ്ടമായത്. വിദ്യാഭ്യാസ മേഖലയിൽ സ്കൂളുകളുടെ നവീകരണത്തിന്, പുതിയ സാങ്കേതിക വിദ്യകൾ അവർക്ക് പഠിക്കാൻ, ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിനെല്ലാം ഓരോ സ്കൂളിനും അധികമായി 1 കോടി രൂപയാണ് കേന്ദ്ര സർക്കാർ ഈ ഇനത്തിൽ മാത്രം നൽകുന്നത്. മറ്റടിസ്ഥാന സൗകര്യ വികസനത്തോടൊപ്പം
അതിൻ്റെ തുടർ ചെലവുകളൊക്കെ ആയിട്ട് ഏത് സ്കൂളിനും മെച്ചപ്പെടാൻ കഴിയുന്ന ഒരു സാഹചര്യം കളഞ്ഞു പൊളിച്ചതിന് ഈ വിനാശകരമായ രാഷ്ട്രീയം കളിച്ച ദേശവിരുദ്ധ നിലപാടുള്ള ഈ പാർട്ടികൾക്കെതിരായി അവർ ജനങ്ങളോട് മാപ്പ് പറയണം എന്നുള്ളതാണ് ഞങ്ങളുടെ തലം. ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പാക്കാത്തവര് എന്തിനാ കാശ് വാങ്ങിയിട്ട് ഇവിടെ കുട്ടടിക്കണം? എല്ലാവരും രാജ്യത്ത് കേന്ദ്ര സർക്കാർ ഒരു വളരെ പുരോഗമനപരമായ ഒരു സ്കീം കൊണ്ടുവരുമ്പോൾ അത് നടപ്പാക്കാനുള്ള ബാധ്യത സംസ്ഥാനങ്ങൾക്കുണ്ട്. താങ്കൾ പറയുന്നത് പോലെയല്ല, കൺകറന്റ് ലിസ്റ്റിലാണ് ഈ വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. ഇവർക്ക് മാത്രം എഴുതിയിട്ടാക്കാൻ പറ്റുന്നതല്ല. വിദ്യാഭ്യാസം കൺകറന്റ് ലിസ്റ്റിലാണ്. തർക്കമുള്ള വിഷയങ്ങളിൽ ചർച്ചയാവാം. പക്ഷെ അടിസ്ഥാനപരമായ ഒരു നിലപാട് വന്നാൽ, കേന്ദ്ര നിയമം വന്നാൽ, ആ നിയമം തന്നെയാണ് എല്ലാ സംസ്ഥാനങ്ങളും അംഗീകരിക്കാം. അതൊക്കെ ഈ അല്ലല്ല, കേന്ദ്ര ഗവൺമെന്റ്, സംസ്ഥാന ഗവൺമെന്റാണ് കേരളത്തിലെ വിദ്യാർത്ഥികളെ ദ്രോഹിക്കുന്നത്. ബാക്കിയുള്ളതെല്ലാം അർബൻ നക്സലുകളുടെയും ലീഗിന്റെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും പ്രചാരണമാണ്. അത് നിങ്ങൾ എന്തിനാ ഏറ്റുപിടിക്കുന്നത്? അതിന് ഒപ്പിട്ട് കൊടുത്താൽ പോരെ, നടപ്പാക്കിയ പോരെ. സർ, നിങ്ങൾ PM3 വായിച്ചു നോക്കിയിട്ടേ ഇല്ല. അതായത് PM3 എന്ന് പറയുന്നത് താങ്കൾ മാത്രം പ്രസംഗിക്കാനല്ലല്ലോ ഞാനിവിടെ ഇരിക്കുന്നത്. നിങ്ങൾ കേൾക്ക്. PM3 എന്ന് പറഞ്ഞാൽ പ്രീ പ്രൈമറി സ്കൂളുകളെയും പ്രാഥമിക വിദ്യാലയങ്ങളെയും അപ്പർ പ്രൈമറി സ്കൂളുകളെയും ഹയർ സെക്കൻഡറി സ്കൂളുകളെയും സംയോജിപ്പിച്ചിട്ടുള്ള, അതായത് കുട്ടികൾ അംഗൻവാടിയിലും നഴ്സറി ക്ലാസ്സിലും പ്ലേ ക്ലാസ്സിലും പോവാൻ തുടങ്ങുന്ന കാലം മുതൽ അവരെല്ലാം സംയോജിപ്പിച്ചു. അവർക്ക് മികച്ച പോഷകാഹാരം ഇപ്പോൾ കൊടുക്കുന്ന പോലെ കഞ്ഞിയും പയറും മാത്രമല്ല. നിങ്ങൾ PM3 നടപ്പാക്കിയ സ്കൂളുകൾ മാഹി ഉസ്മാൻ സ്കൂളിലൊക്കെ പോയി ഒന്ന് അന്വേഷിക്കണം. കുട്ടികൾക്ക് സമീകൃതമായിട്ടുള്ള പോഷകാഹാരം എല്ലാവിധത്തിലും കുട്ടികളുടെ വളർച്ചയ്ക്ക്, ശാരീരികവും മാനസികവും കായികപരവും ആസ്വാദനപരവുമായിട്ടുള്ള എല്ലാ വളർച്ചയ്ക്കും അനുയോജ്യമായിട്ടുള്ള വളരെ സമീകൃതമായിട്ടുള്ള ഒരു വിദ്യാഭ്യാസ പദ്ധതിയാണ്. അതുകൊണ്ട് സർവശിക്ഷാ അഭിയാന്റെ പണവും ഇതിന് ലഭിക്കുന്ന പണവും എല്ലാം ബന്ധപ്പെട്ടതാണ്. ഞാൻ അടിസ്ഥാനപരമായ ഒരു പോയിന്റ് പറഞ്ഞു. ഇത് കൺകറന്റ് ലിസ്റ്റിലുള്ളതാണ്. കൺകറന്റ് ലിസ്റ്റിലുള്ളതാവുമ്പോൾ സംസ്ഥാനത്തിന് മാത്രം രാഷ്ട്രീയ കാരണങ്ങൾ കൊണ്ട് ഏകപക്ഷീയമായ ഒരു നിലപാട് സ്വീകരിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് കർണാടക അത് ഒപ്പുവെച്ചത്, നടപ്പാക്കുന്നത്. അതുകൊണ്ടാണ് കോൺഗ്രസ് ഭരിക്കുന്ന രാജസ്ഥാൻ ഒരു മടിയുമില്ലത് ആ കാലത്ത് അത് ഒപ്പുവെച്ചത്, നടപ്പാക്കുന്നത്. കേരളം മാത്രം എന്തോ ഇത് കേരളമാണ്, ഇവിടെ ഇതൊന്നും നടക്കില്ല എന്ന് പറഞ്ഞാൽ അത് അംഗീകരിച്ചു കൊടുക്കാൻ സാധിക്കുന്ന നിലയല്ല ഇപ്പോഴുള്ളത്. പണ്ട് കോൺഗ്രസ് ഭരിക്കുമ്പോൾ ഇതൊക്കെ നടക്കുമായിരുന്നു. മോദി ഭരിക്കുമ്പോൾ ഇത് നടക്കില്ല. നമ്മുടെ കുട്ടികളുടെ ഭാവിയാണ് അവതാളത്തിലായത്. അതിനവർ മാപ്പ് പറയുക തന്നെയാണ്. അതിപ്പോ എന്തായാലും വരുമല്ലോ. നിയമത്തിന് വഴിക്ക് പോവുകയാണെങ്കിൽ വരാതിരിക്കാൻ പറ്റും. എന്താ നിങ്ങൾ ചോദിക്കില്ലേ, റെയ്ഡൊക്കെ കഴിഞ്ഞിട്ട് എന്തായി? അത് അടുത്ത ചോദ്യം അതായിരിക്കില്ലേ? അല്ല, റെയ്ഡൊക്കെ നടന്നല്ലോ വലിയ കാര്യത്തിൽ. എന്താ റെയ്ഡ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ പരിശോധന കഴിഞ്ഞാൽ സമൻസ് അയക്കും, ചോദ്യം ചെയ്യും. അതൊക്കെ ഓരോ കേസിനെയും സംബന്ധിച്ചുള്ള നിയമപരമായിട്ടുള്ള നടപടിക്രമങ്ങളാണ്. അതിലെനിക്ക് അഭിപ്രായം പറയേണ്ട ആവശ്യമില്ല. IAS BJPക്കാരാണ്. അല്ല, എന്തിന്റെ പേരിലാണ് ഈ ഡീൽ? SFI പറയുന്ന കേട്ടിട്ട് ഭരിക്കാനാണ് ഇവിടെ ഇരിക്കുന്നത്. അവർക്കെന്താ കാര്യമുള്ളത് കേരളത്തിൽ? അവരാരാണ് ഇവിടെ? SFI എന്ന് പറഞ്ഞാൽ എന്താ വലിയ ആനയാണെന്നാണ് നിങ്ങൾ ധരിക്കുന്നത്. അവർ പറയുന്നത് കേട്ടിട്ടാണ് സർക്കാർ ഭരിക്കുന്നത്. BJP ആയിട്ട് അതിനെന്താണ് ബന്ധം? IAS ഉദ്യോഗസ്ഥന്മാരെയും IPS ഉദ്യോഗസ്ഥന്മാരും അവർ കേന്ദ്ര കേഡറിലുള്ള സർവീസിലുള്ളവരാണെന്ന് വിചാരിച്ചിട്ട് BJP ആയിട്ട് എന്താണ് ബന്ധം? BJP ആയിട്ട് ഒരു ബന്ധമില്ല. എന്തിനായിരുന്നു പിണറായി വിജയൻ അത്തരം ഉദ്യോഗസ്ഥന്മാരെ പുറത്താക്കിയതെന്ന് പരിശോധിക്കുമ്പോൾ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഞങ്ങൾക്ക് നിലപാട് പറയേണ്ട ആവശ്യം. ഡീൽ യഥാർത്ഥത്തിൽ LDF-ഉം UDF-ഉം തമ്മിലാണ്. അതുകൊണ്ടാണ് SFIO കേസിൽ ഒരു അക്ഷരം VD സതീശൻ സാറ് മിണ്ടുന്നില്ലല്ലോ. എന്താ പറഞ്ഞുകൊണ്ടിരുന്നത് നേരത്തെ? SFIO കേസിൽ ഡീലാണെന്ന് പറഞ്ഞ് ഞങ്ങളെ പിന്നാലെ നടന്നതല്ലേ VD സതീശൻ? എത്ര പത്രസമ്മേളനം ഈ തിരുവനന്തപുരത്ത് അന്നത്തെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ നടത്തില്ല. എന്തായി SFIO എന്തായ കാര്യമാണ് എന്ന് ചോദിച്ചു നടന്ന VD സതീശൻ ഈ കരിമണൽ കേസിന്റെ അന്വേഷണം ശരിയായ നിലയിൽ പോകുന്നു പറഞ്ഞപ്പോൾ പൂർണ്ണമായിട്ട് മൗനവ്രതത്തില്ല. അതല്ലേ ഇപ്പൊ നടക്കുന്നത്. ഈ മനുഷ്യൻ പ്രതിപക്ഷ നേതാവ് ആയത് തന്നെ VD മുഖ്യമന്ത്രിയാകുന്ന ഉറപ്പായതിനു ശേഷമാണ്.
ആ ഡീലിനെ പറ്റി ഒന്നും ഇങ്ങോട്ട് പറയണ്ട. ഡീലിനെ പറ്റിയൊക്കെ പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ അങ്ങോട്ട് പറയാനുണ്ടാവും. ഓക്കെ, താങ്ക് യു. ഓ, കർമ്മ ന്യൂസും നിങ്ങളെ 2 പത്രക്കാർ എഴുതുന്നുണ്ട് അവിടെ മൂന്ന് കേന്ദ്രത്തിൽ. എന്ത് കഥയാണ് പത്രക്കാർ എഴുതുന്നത് കണ്ടിട്ടാണോ കാര്യങ്ങൾ ചോദിക്കുന്നത്? കേന്ദ്രമന്ത്രി പുനഃസംഘടന ഉണ്ടെന്ന് നിങ്ങൾ ആരെങ്കിലും പറഞ്ഞു? എന്ത് സോഴ്സിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരം ചോദ്യങ്ങൾ വാർത്തകൾ വരുന്നത്? ഞാൻ ഒരാളെ കുറിച്ച് പറയുന്നത്. എന്താണ് ഈ പത്രക്കാർ എഴുതുന്നത്? ഇന്നലെ നിങ്ങൾ അവിടെ എന്താണ് കാണിച്ചത്? ആ മഹാനടന്റെ മരണത്തോടെ എന്തൊരു മര്യാദയാണ് ഓൺലൈൻ മാധ്യമങ്ങൾ ചെയ്യുന്നത്? എന്തിനു വേണ്ടിയാണ്? ഒരു മഹാനടൻ മരിച്ചു കിടക്കുമ്പോൾ ഒരു അല്പം മനുഷ്യരെ കാണിക്കുന്നത്. അതുപോലെ എന്തും എഴുതാം, എന്തും കാണിക്കാം. കഴിഞ്ഞ ദിവസം ഗുരുവായൂരിൽ ഞങ്ങളൊരു കല്യാണത്തിന് പോകും. എന്തൊക്കെ പിന്നാലെ നടന്ന് ഒരു ചായ കുടിക്കാൻ പോകുന്നിടത്ത് വർത്തമാനം പറയുന്നത് പോലും എന്ത് മര്യാദയാണ്. നമ്മുടെ നാട്ടിൽ എല്ലാവർക്കും ഒരു സ്വാതന്ത്ര്യമില്ല. അതുകൊണ്ട് അത്തരം ചോദ്യങ്ങൾ പ്രസക്തിയില്ല. Okay.